ഞാനത് ഏക്കുകയും ചെയ്യും. ഞാൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അത് പിന്നെ അങ്ങനെ അത് വളരുന്നേ അത് താനറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ല? തന്തയില്ലാതൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചു ആരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതെന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അത് എങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബറിടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട്, പൊതുസമൂഹത്തോട്, പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു. രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. സോഷ്യൽ മീഡിയയിലെ ഒറ്റ റീല് കൊണ്ട് അണികളെ ആവേശം കൊള്ളിക്കാനും അതേ ആവേശം വോട്ടാക്കാനും കഴിയുന്ന യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരുടെ ബിഗ് ബ്രദർ ഇപ്പോൾ അതേ സോഷ്യൽ മീഡിയയുടെ ചവിട്ട് കൊണ്ട് പുകഞ്ഞു പോകുന്ന സമയത്ത് കഥ തീരില്ല, പരാതികൾ അവസാനിക്കുന്നില്ല. ഇനിയും എത്ര ഫോൺ സംഭാഷണങ്ങൾ, ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും പച്ചയായ തെളിവുകൾ ഇനിയും എത്ര പുറത്തു വരാനിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചതുകൊണ്ട് ഇതെല്ലാം അവസാനിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ തുടക്കത്തിൽ തന്നെ ഒതുക്കുകയും മുക്കിക്കളയുകയും ചെയ്ത കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് ഇത്രകാലം നടത്തിയ ഈ സംരക്ഷണത്തിന്റെ പേരിൽ തലയിൽ മുണ്ടിട്ട് നടക്കാൻ തോന്നുന്നില്ലേ? ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇതല്ല മര്യാദയെന്നും ജനപ്രതിനിധി ജനങ്ങളെ കെയർ ചെയ്യുകയാണ് ജനാധിപത്യമെന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ തോന്നാതിരുന്ന പാർട്ടി നേതൃത്വത്തിന് ഇപ്പോൾ ഒരല്പമെങ്കിലും ലജ്ജ തോന്നുന്നില്ലേ? ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന കുറ്റം പോലും തലയ്ക്ക് മുകളിൽ വാളായി തൂങ്ങുമ്പോൾ പാർട്ടിയുടെ നന്മയ്ക്കായി രാജിവെക്കുന്നു എന്ന് പറയുന്ന രാഹുലിനെ തള്ളിപ്പറയാൻ മടിക്കുന്ന മുതിർന്ന നേതാക്കന്മാരും എങ്ങനെയാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്ക് ഇനി ഉച്ചരിക്കുക? പരാതി ഉന്നയിക്കുന്ന സ്ത്രീകളെ കടിച്ചു കീറാൻ നടക്കുന്ന സൈബർ കൂട്ടങ്ങൾക്ക് വെള്ളവും വളവും ഇട്ടുകൊടുക്കുന്ന നിശബ്ദത എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർക്ക് സ്വീകരിക്കാൻ കഴിയുക? ഈ ഗതികെട്ട രാജിയിൽ തീരുമോ നാണക്കേട്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിൽ ചേർന്നു CPM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP നേതാവ് P ശ്യാംരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷക അഡ്വക്കേറ്റ് TB മിനി, ഒപ്പം എഴുത്തുകാരിയും സമൂഹ മാധ്യമത്തിൽ വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്ത ഹണി ഭാസ്കരനും ചേരുന്നു. ഒപ്പം BJP നേതാവ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ പത്മജ വേണുഗോപാലിനെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം നമുക്കൊപ്പം ചേരുന്നത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ, പലപ്പോഴും വാദിക്കുന്ന പക്ഷം എന്ന് പറയുന്നത് അത്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വാദിക്കുന്ന പക്ഷം എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ്. പലതും കള്ളപ്പരാതികളാണ്, പലതും അവസരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പരാതികളാണ്, സ്വാധീനമുള്ളവരെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരാതികളാണ് എന്ന് പറയുന്നു. പക്ഷേ രാഹുൽ, ഇത് എത്ര പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് രാഹുൽ ഈശ്വറിനോട് പറയാൻ പോലും കഴിയുന്നില്ല. കാരണം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ചാനൽ ചർച്ചയിലിരുന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നവരോട് പോലും അപ്പോഴും ഫോൺ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് പ്രേക്ഷകർ കേട്ടത് 1 മണിക്കൂറായിട്ടേ ഉള്ളൂ. രാഹുൽ, ഇപ്പോഴും ഏത് ഭാഗത്തിന് വേണ്ടിയാണ് പറയുന്നത്?
ഒരു ഭാഗത്തിന് വേണ്ടിയേ ഉള്ളൂ. അത് തെളിവിന്റെ ഭാഗമാണ്. ഇതിൽ ഒരു പൊസിഷനെ എല്ലാവർക്കും ഉണ്ടാകാവൂ. അത് തെളിവ് ചോദിക്കുന്നത് സ്ത്രീ വിരോധമാകില്ല. തെളിവ് ചോദിക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണ്. ആർക്കെതിരെയും പരാതിയും ആരോപണം ഉന്നയിക്കാം. അതിലെ തെളിവ് എന്താണ്, വസ്തുത എന്താണ്, സത്യം എന്താണ് എന്ന് നമ്മൾ അറിയണ്ടേ? ആ സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി തീർച്ചയായും കേസെടുത്തോളൂ. മുഖ്യധാരാ മാധ്യമങ്ങളെ പോലെ ഞാനും ധർമ്മസ്ഥലയിൽ എത്രയോ വലിയ വീഡിയോകൾ ചെയ്തു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പരയാണെന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ ശവശരീരം പോലും ഇവിടെ നിന്ന് കിട്ടിയില്ല. നമുക്കെല്ലാം നമ്മുടെ വാക്ക് മാറ്റേണ്ടിയും നിലപാട് മാറ്റേണ്ടിയും വന്നില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര പരാതിയും വന്നോട്ടെ, ശ്രീ രാഹുൽ മാങ്കൂട്ടമാകട്ടെ, ശ്രീ മുകേഷ് ആകട്ടെ, ശ്രീ സുരേഷ് ഗോപിക്കെതിരെയുള്ള അന്യായമായി തോളിൽ കൈവച്ചു എന്നുള്ള പരാതിയാകട്ടെ, പാർട്ടിയല്ല, ആണും പെണ്ണുമല്ല, സത്യമാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവ് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ടെലിഗ്രാമിൽ മോശമായി സംസാരിച്ചു, പഞ്ചാര അടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പഞ്ചാര അടിച്ചതാണോ അശ്ലീല സംഭാഷണം? അത്രയും ഉള്ളൂ. ഒരു പെൺകുട്ടിയുടേതായി പറയപ്പെടുന്ന അവർ തമ്മിലുള്ള പേഴ്സണൽ ഇന്റിമസിയും കാര്യങ്ങളും ഒക്കെ പല ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇവർ തമ്മിൽ ഫിസിക്കൽ ഇന്റിമസി ഉണ്ടായിരുന്നു. രാഹുലിന് പ്രായം 18 കഴിഞ്ഞു, ആ പെൺകുട്ടിക്കും പ്രായം 18 കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയി. ഇവർ ഗർഭചിത്രം നടത്താനുള്ള കാര്യങ്ങൾ നോക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ ഇമോഷണലി ഇന്റലിജന്റ് അല്ല, റിലേഷൻഷിപ്പ് ഇന്റലിജന്റ് അല്ല എന്ന് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ റേപ്പ് ചെയ്തോ, കടന്നു പിടിച്ചോ? പരസ്പര സമ്മതപ്രകാരമുള്ള അവരുടെ ലൈംഗിക ബന്ധം കൊണ്ട് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയത് ഒരു ക്രിമിനൽ കുറ്റമല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികമായി കല്യാണം കഴിക്കുന്നതിന് മുമ്പേ സദാചാര ആംഗളയായി നിന്ന് പെരുമാറാം. ഞങ്ങൾ ഹിന്ദു വലതുപക്ഷത്തെ ആൾക്കാർ ചെയ്യുന്നത് പോലെ സദാചാരവാദം ഉയർത്താം, സദാചാരത്തിനെതിരാണെന്ന് പറയാം, പ്രീ മാരിറ്റൽ സെക്സ് തെറ്റാന്ന് പറയാം. അതല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാദം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര പരാതി വരുന്നു എന്നുള്ളതല്ല, എന്ത് തെളിവുണ്ട് എന്നുള്ളതാണ് പ്രധാനം. 2, തെളിവുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പോലീസ് കേസ്. രാഹുൽ, ഇതിനകത്തെ വിഷയം ഈ പരാതികളൊക്കെ സ്വാഭാവികമല്ലേ? ഇത് പ്രീ മാരിറ്റൽ സെക്സ് അതടക്കം സ്വാഭാവികമല്ലേ എന്നാണോ പറയുന്നത്? ഈ പരാതികളൊക്കെ വ്യാജമാണെന്നാണോ പറയുന്നത്? അതോ ഇതിനൊക്കെ തെളിവ് എവിടെ എന്നാണോ പറയുന്നത്? രാഹുൽ, 3 ചോദ്യമാണ് എനിക്ക്. രാഹുൽ എടുക്കുക. ആ സ്റ്റാൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. തെളിവെവിടെ? അത് കോടതി തീരുമാനിക്കണ്ടേ? തെളിവെവിടെ? ഇല്ലെങ്കിൽ എത്ര പേർക്കെതിരെ പരാതി വന്നു? സിദ്ദിഖ് സാറിനെതിരെയുള്ള പരാതി എന്തായി? എൽദോസിനെതിരെയുള്ള പരാതി എന്തായി? ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള പരാതി എന്തായി? ഇതിനേക്കാൾ വലിയ ആരോപണങ്ങളല്ലേ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സരിത ഉന്നയിച്ചത്? അച്ഛൻ എന്ന് വിളിക്കുന്ന ആൾ എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ക്ലിഫോസ് ഇരുന്ന് ചെയ്യിപ്പിച്ചു എന്ന് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്ക വാർത്തകൾ വന്നില്ലേ? സരിതയുടെ പരാതി മുഴുവൻ കള്ളവും തെളിഞ്ഞില്ലേ? ഒറ്റ സെക്കൻഡ് രാഹുൽ, ഞാൻ തിരികെ വരാം. എഴുത്തുകാരി ഹണി ഭാസ്കരൻ നമുക്കൊപ്പം ചേരുന്നു. ഹണി ഫോണിലാണ് ചേരുന്നത്. ഹണി, പരാതികൾ ഒന്നല്ല, പല പരാതികളാണ് വരുന്നത്. ഇതിനൊക്കെ തെളിവുകളുണ്ടോ, പറയുന്നവർക്ക് തെളിവുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു വാദപ്രതിവാദവുമില്ല. പക്ഷേ ഈ കാര്യം വെളിപ്പെടുത്തിയത് കൊണ്ട് സൈബർ ഇടത്തിൽ അനുഭവിക്കുന്ന ആക്രമണങ്ങൾക്ക് ഇര കൂടിയാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ അങ്ങനെ ഒരു കാര്യത്തിൽ കൂടിയായിരിക്കും ഹണിയും കടന്നു പോയിട്ടുണ്ടാകുക. ഹണിക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വർ കേൾക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പം ഞാൻ രാഹുലിനെതിരെയുള്ള വിഷയം ഉന്നയിച്ചതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ചുറ്റും നടക്കുന്ന അക്രമം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഏറ്റവും അധികം ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണു പോകരുത് എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, ഇത്രയധികം സ്ത്രീകളെ മിസ്യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനെതിരെ എനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഇത്രയും വലിയ ആക്രമണമാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ തെളിവ് തരൂ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുൻപോട്ട് വന്നിട്ടുള്ള മറ്റു സ്ത്രീകള് അത്തരം പരാതിയുമായിട്ട് മുൻപോട്ട് വന്ന് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ ഇൻസ്റ്റാ മെസ്സഞ്ചറിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജിനെ ഞാൻ വളരെ കൃത്യമായിട്ട് പോസ്റ്റിലും ഇന്നലെ മീഡിയയ്ക്ക് മുൻപിൽ ഞാൻ വളരെ ക്ലാരിറ്റിയോട് കൂടെ പറഞ്ഞിട്ടുണ്ട്. അയാൾ എനിക്ക് മെസ്സേജ് അയച്ചതല്ല എന്റെ പ്രശ്നം. എനിക്ക് അയാൾ ആ മെസ്സേജ് അയച്ചതിൽ മിനിഞ്ഞാന്ന് വരെ പ്രശ്നമില്ല. 2 ദിവസം മുൻപ് യൂത്ത് കോൺഗ്രസിലെ ആളുകൾ ആ മെസ്സേജ് അയാളുടെ സുഹൃത്തുക്കൾക്കിടയിലിരുന്ന് അവിടെ ആളാവാൻ വേണ്ടി അവരുടെ മുൻപിലിരുന്ന് എനിക്ക് അയക്കുകയും അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തതിലാണ് എന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകള് അയാളുടെ സ്നേഹത്തെ, അയാളുടെ ബന്ധങ്ങളെ ഒക്കെ വിശ്വസിച്ച് കൂടെ നടന്നിട്ടുള്ള
സ്ത്രീകളെ കുറിച്ച് ഇത്തരം കൂട്ടങ്ങൾക്കിടയിൽ നിന്നിട്ട് അയാൾ എത്ര മോശമായിട്ടായിരിക്കും ചിത്രീകരിക്കുക? ഇത്രയും സൈബർ ബുള്ളിങ് എനിക്കുണ്ടാവുമെന്നറിഞ്ഞിട്ടും ഞാന് മുന്നിട്ടിറങ്ങി എനിക്കുണ്ടായ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഈ 2 ദിവസത്തിനുള്ളിൽ ഇയാൾ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് വരാൻ തയ്യാറാകണമെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്തുമാത്രം ഊർജ്ജം ഞാൻ സംഭരിച്ചിട്ട് വേണം ഈ കൂട്ടങ്ങൾക്കിടയിലേക്ക് ഞാൻ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഒരാൾക്കെതിരെ ഇല്ലാത്തൊരു കഥ ചമച്ചുകൊണ്ട് ഇത്തരം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതത്ര എളുപ്പമാണ് ഈ ഒരു അവസ്ഥയെ കടന്നു പോവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന മനുഷ്യരോടാണ് എന്റെ ചോദ്യം. ഇത്തരം ആക്രമണങ്ങൾ ഇപ്പം ഞാനിതിനെ അതിജീവിക്കും. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള എന്റെ പ്രിയപ്പെട്ട മനുഷ്യരൊക്കെ വളരെ വേദനയിലാണുള്ളത്. കാരണം ഞാനുമായി ബന്ധപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കളുടെയും ചിത്രങ്ങൾ എടുത്തിട്ട് അങ്ങേയറ്റം അശ്ലീലം പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖം കാണുമ്പോഴാണ് എനിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. 100% എനിക്കറിയാം ഞാൻ ഇങ്ങനൊരു പ്രശ്നവുമായിട്ട് മുൻപോട്ട് വരുമ്പോൾ ഞാൻ ഇതൊക്കെ അതിജീവിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപോട്ട് വരുന്നത്. എന്റെ കൺസേൺ അയാൾ ഒരു എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അയാൾ എന്നോട് ചാറ്റ് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇതെന്നോട് പറയുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ് എന്നെ ഇത് അറിയിക്കുന്നത്. അയാൾ ഈ വിഷയത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പരാതിയുമായിട്ട് പോകാനുള്ള എനിക്കുള്ള ഏക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽപ്പെട്ട അയാളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട അല്ലെങ്കിൽ അയാൾ ഇടപെടുന്ന രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളാണ് എന്നോട് ഇത് റിവീൽ ചെയ്യുന്നത്. ആ സ്ത്രീയുടെ രാഷ്ട്രീയ ഭാവി ബുദ്ധിമുട്ടിലായിരിക്കും എന്നുള്ള ഒരു സങ്കടം കൊണ്ട് മാത്രമാണ് ഞാൻ പരാതിയുമായിട്ട് മുൻപോട്ട് പോവാത്തത്. അതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് മുൻപ് ഈ രാഹുൽ മാങ്കൂട്ടം എന്റെ ഒരു പെൺ സുഹൃത്തിന്റെ അടുത്ത് കർഷക സമരം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് നമുക്കും പോണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ആ സ്ത്രീ വിചാരിക്കുകയാണ് കർഷക സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ഒപ്പം പോവാനായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ ആ സ്ത്രീ പ്രതികരിച്ചു. തിരിച്ച് രാഹുൽ പറയുന്ന മറുപടി അങ്ങനെയല്ല, നമുക്ക് മാത്രമായി പോകണം എന്നുള്ളതാണ്. രാഹുല് ഈ പറഞ്ഞ കാര്യം ഈ സ്ത്രീ നേരെ പോയി ഷാഫി പറമ്പിലിന്റെ അടുത്ത് പറയുന്നുണ്ട്. അന്ന് രാഹുൽ നേതാവായിട്ടില്ല, ഇങ്ങനത്തെ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരരുതെന്ന് ആ സ്ത്രീ പരാതിപ്പെട്ടിട്ടും ഷാഫി പറമ്പിൽ അനങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം നേതാവുകയും ആ സ്ത്രീക്ക് സജീവമായിട്ട് യൂത്ത് കോൺഗ്രസിൽ പിന്നീട് ഇടപെടാനും പറ്റിയിട്ടില്ല. ആ ഇടത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് അതിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാള് എന്നെ കുറിച്ചുള്ള ഈ വിഷയം എന്നോട് റിവീൽ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി എന്താവും? ആ ഒരു കൺസേൺ കൊണ്ടാണ് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ എന്നോട് ഈ കാര്യം കൺവേ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തത്. പിന്നെ അതുപോലെ തന്നെ മുൻപ് എന്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തി രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ ഷാഫി പറമ്പിലിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ എന്താണ് ചെയ്തത്? ഏതെങ്കിലും രീതിയിൽ ആ വിഷയത്തിൽ നടപടി എടുത്തിട്ടുണ്ടോ? ശോഭ സുബിൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ മറ്റൊരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ആ സ്ത്രീ ആ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയും കേരളത്തിൽ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളായിരുന്നെങ്കിൽ എനിക്ക് എന്നോട് ഇത് കൺവേ ചെയ്ത ആളുടെ പേര് വെളിപ്പെടുത്താൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുമായിരുന്നില്ല. ഹണി ഈ വലിയ തരത്തിലുള്ള ഒരു സൈബർ ആക്രമണത്തിലൂടെ കടന്നു പോകുന്ന ഒരു ട്രോമയിലൂടെ ഹണി കടന്നു പോകുമ്പോഴും പരാതി കൊടുക്കാൻ കഴിയാതെ ഭയന്ന് നിൽക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് ഹണി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തത്. അപ്പോഴും ഈ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വരുന്ന പല പേരുകളും ഉണ്ടല്ലോ, അതുപോലെയാണ് എന്ന് പറയുന്നവരുണ്ട്. അതൊരു രാഷ്ട്രീയ നിലപാടാണ് എന്ന് പറയുന്നവരോട് കൂടിയുള്ള ഒരു മറുപടി കൂടി ഹണി. എനിക്ക് ഈ വിഷയത്തിലുള്ളത് രാഷ്ട്രീയമേ അല്ല. അതുകൊണ്ടാണ് ഇയാള് രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണമായിട്ടുള്ള വിയോജിപ്പുകളുള്ള 2 വ്യക്തികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എനിക്ക് തോന്നുന്നു ഈ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് പോലും അയാൾക്കെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ജൂൺ 9 ഇലക്ഷന് തൊട്ട് മുൻപ് നടക്കുന്ന ഈ ഒരു കോൺവെർസേഷൻ എനിക്ക് ഇയാൾക്കെതിരെ പ്രയോഗിക്കണമായിരുന്നുവെങ്കിൽ ഞാൻ ആ സമയത്തൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്റെ അടുത്ത് ചാറ്റിന് വന്നല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് തുറക്കുണ്ടായിരുന്നില്ലേ? ഞാൻ എപ്പോഴാണ് എനിക്കിതൊരു പ്രശ്നമായിട്ട് തോന്നിയത്? അയാൾ എന്നോട് സംസാരിക്കാൻ വന്നതല്ലല്ലോ എന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അയാൾ അതെങ്ങനെ കൺവേ ചെയ്തു എന്നുള്ളത് ഞാൻ അറിയുന്നത് 2 ദിവസം മുൻപെയാണ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് ഇതിനെ ഒരാളും കണക്ട് ചെയ്യേണ്ടതില്ല.
ഞാനിപ്പോ കടന്നു പോകുന്ന വലിയ ട്രോമയുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ മുറിവ് പറ്റുന്നത്. ഈ സൈബർ അറ്റാക്ക് കൊണ്ട് മുറിവ് പറ്റുന്നത് എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് കൂടിയാണ്. നിങ്ങളൊന്ന് ചുറ്റും ഒന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കൂ. എന്റെ എല്ലാ സുഹൃത്തുക്കളെയും അവർ അവഹേളിക്കുകയല്ലേ. അവർക്കൊക്കെ കുടുംബമില്ലേ, കുട്ടികളില്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു രാഷ്ട്രീയ പക തീർക്കാൻ വേണ്ടി? രാഹുൽ മാങ്കൂട്ടത്തിന് കുടുംബമൊന്നുമില്ലേ മാഡം? ഈ രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വീട്ടുകാരൊന്നുമില്ലേ? ആകാശത്തുനിന്ന് പൊട്ടി വീണാണോ? അത് നിങ്ങൾ ഇതുപോലെയുള്ള ആളുകളോട് നേരെ അങ്ങോട്ടാണ് രാഹുൽ ചോദിക്കേണ്ടത്. അതല്ലാതെ പരാതിയുമായിട്ട് വരുന്ന പെൺകുട്ടികൾക്കെതിരെ ഇതുപോലെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ല നിങ്ങൾ നേരിടേണ്ടത്. തെളിവ് ചോദിക്കാൻ എങ്ങനെ വിശ്വസിക്കും? മാഡം പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ തെളിവുകളില്ലാതെ സാധാരണ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇന്നൊരു സ്ത്രീയുടെ ഒരു അബോർഷനെ നിർബന്ധിക്കുന്ന ഒരു സ്ത്രീയുടെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വിഷയത്തെ കുറിച്ച് പിതൃത്വം ഏറ്റെടുക്കാം എന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്? ഞാൻ പിതൃത്വം ഏറ്റെടുക്കാം എന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്? അപ്പം വേണ്ടതല്ലേ പിതൃത്വം ഏറ്റെടുക്കാമെന്നാണോ? ഗർഭചിത്രം നടത്തണമെന്നല്ലേ പറയുന്നത്? പുറത്തറിഞ്ഞാൽ ഓഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാമോ? ആ ഓഡിയോ പ്ലേ എന്നാ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്നു. അപ്പൊ ആ പെൺകുട്ടി പറയുന്നത് എന്താ അറിയോ? ഇയാളോ ഏറ്റെടുക്കാരും പറഞ്ഞില്ലല്ലോ എന്ന്. നമ്മളെല്ലാം കേട്ടല്ലേ? എനിക്കും അവർക്കും മലയാളം അറിയാവുന്നതല്ലേ? പക്ഷെ രാഹുലിന് അങ്ങനെയാണ് ഈ ആശയം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായത്. അത് അത്ഭുതപ്പെടുത്തുന്നു. ആ തരത്തിലാണ് രാഹുൽ ഈ വിഷയം എടുത്തതെന്ന് ഞാൻ ഹണി കൂടുതൽ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെയുള്ള മനുഷ്യര് ചർച്ചയിൽ വന്നിരുന്നിട്ട് പോലും ഇത്തരം മനുഷ്യർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ ഈ രീതിയിലാണ് ഇവരെ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇരയും ഈ പറയുന്നത് പോലെ മുൻപോട്ട് വരാനുള്ള ധൈര്യം കാണിക്കില്ല എന്ന് തന്നെയുള്ളതാണ്. മാധ്യമങ്ങളും ഈ ആൾക്കൂട്ടങ്ങളും ഇതുപോലെയാണ് ആ സ്ത്രീകളെ വേട്ടയാടുന്നുള്ളതെങ്കിൽ മുന്നോട്ടുള്ള സ്ത്രീകളുടെ ജീവിതം വളരെ കഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും നന്ദി ഹണി ഭാസ്കർ. ഞാൻ കൂടുതൽ നിർബന്ധിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ കൂടുതൽ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നത് ബുദ്ധിമുട്ടാണ്. രാഹുൽ ഈശ്വർ ഒരല്പം മുൻപാണ് കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് രാഹുൽ ഈശ്വർ ഞാൻ രാഹുലിനെ ഇങ്ങനെ വരുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് ചർച്ചയ്ക്ക് തന്നെ പോകണമോ എന്ന് പോലും തീരുമാനിച്ചത് ഒരല്പസമയം മുമ്പാണ്. അതുകൊണ്ടാണ് നമുക്ക് പാനലിസ്റ്റ് ഉൾപ്പെടുത്താൻ കഴിയാതെ 7 മണിക്ക് ചർച്ച തുടങ്ങുന്ന കാരണം. കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉണ്ട് പരാതി, കോൺഗ്രസിനകത്തുള്ളവരുടെ പരാതിയുണ്ട്, പുറത്തുനിന്ന് വരുന്നതിനേക്കാളും അകത്ത് ഉയരുന്നുണ്ട് പരാതി. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ഇടപെടൽ ഒക്കെ ആണെങ്കിൽ ഇത് ഈ തരത്തിലല്ല രാഹുൽ. കോൺഗ്രസ്സുകാരെങ്കിലും കൂടെ നിൽക്കണ്ടേ? അല്ല, തെറ്റാണെങ്കിൽ കണ്ടുപിടിക്കണം. തെളിവ് വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. തെളിവില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ ക്രൂശിലേറ്റണ്ട. നമ്മുടെ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ നമ്മുടെ ശശി തരൂർ സാർ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് വർഷങ്ങളോളം ക്യാമ്പയിൻ ചെയ്തതാണ്. അന്നും കോൺഗ്രസിന്റെ ആരും വന്നില്ല. ഞാനായിരുന്നു ശശി തരൂർ സാറിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് ശശി തരൂരിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല, കേസ് കള്ള കേസാണ്, അവസാനം കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ എത്ര പേർക്കെതിരെ വ്യാജ കേസുകൾ വന്നു. നമ്മുടെ നിവിൻ പോളിക്കെതിരെ വന്നില്ലേ? ഉമ്മൻചാണ്ടി സാറിനെതിരെ വന്നില്ലേ? എത്ര കാലം ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടി. അന്ന് ദേശാഭിമാനിയിൽ ഇരുന്ന നല്ല സഖാവായ കമ്മ്യൂണിസ്റ്റുകാരനായ മാധവൻകുട്ടി സാർ പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് കുറ്റബോധമുണ്ട്, അന്ന് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയപ്പോൾ എനിക്ക് മിണ്ടാൻ പറ്റിയില്ല, കാരണം ഞാൻ ദേശാഭിമാനി. രാഹുൽ, അപ്പോഴും ഞാൻ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്താൻ അത് ഇതാദ്യമായിട്ട് വരുന്ന പരാതിയല്ല, ഇതിനു മുൻപുമുണ്ട്. ഇതിനു മുൻപ് ഉയർന്ന വിഷയത്തിനകത്തും അതുണ്ട്. അത് ഇത്തവണയും ഒരു ലൈവിൽ ഇരിക്കുമ്പോഴാണ് ക്രിമിനൽ ആക്ട് ചെയ്തെങ്കിൽ ശിക്ഷിക്കണം. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നാളെ കോടതി ഈ കേട്ട ഓഡിയോ രാഹുൽ, എനിക്ക് രാഹുലിന് ഒരു ഈ കേട്ട ഓഡിയോ തന്നെ വ്യാജമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അങ്ങനെയുണ്ടോ? രാഹുൽ പറഞ്ഞോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം 100% തെറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇത് AI കൊണ്ട് ഉണ്ടാക്കുന്നു, മറ്റേ ചാറ്റ് ഉണ്ടാക്കുന്നു എന്നാണ്. അതൊക്കെ കള്ളമെന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ പെൺകുട്ടി എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. തൊടു ന്യായമാണ്, മുടന്ത ന്യായമാണ്. എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉദ്ദേശമാണെന്ന്. ഇപ്പോഴല്ല, കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഈ വാർത്ത കറങ്ങി നടക്കുന്നുണ്ട്. നമുക്കെല്ലാം ഈ വിഷയം അറിയാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുഞ്ഞായ ഒരു വരി പറഞ്ഞോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ നെഞ്ച് വിരിച്ചു എന്ന് പറയണം. ഒരു പെൺകുട്ടിക്ക് തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിൽ തെറ്റി, കുട്ടിയുടെ കാര്യം ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി. ഇത് ആത്മാർത്ഥമായി പറയുന്നതിന് വരെ ഓടി ഒളിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിജയബാബു ചെയ്തതുപോലെ, നിവിൻ പോളി ചെയ്തതുപോലെ സത്യമായി പറയണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തില്ല, ഈ പെൺകുട്ടിയെ കയറി പിടിച്ചില്ല. ഒരു പരാതിയല്ല, ഇതിലൊരു പ്രശ്നമുണ്ട്. ഇത് ഒരു പരാതിയല്ല, ഇത് പല പരാതികളാണ്. ആ പരാതികളുടെ എണ്ണം എടുക്കാൻ പറയാൻ പറ്റുമോ അപർണജി? ഇനി ബാക്കി പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ മെറിറ്റിനനുസരിച്ചല്ലേ പറ്റൂ. ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? കുറെ പരാതികൾ ആൾക്കാരെ കൊണ്ട് കൊടുക്കും. ഇപ്പൊ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ ഏതോ ഒരു ആണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതി ബാലാവകാശ കമ്മീഷൻ ഇവരെ കൊടുത്തു. ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജീവിക്കാനുള്ള റൈറ്റിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ്. ഇത് നാളെ സുരേഷ് ഗോപിക്കെതിരെ വരാം, ഇത് നാളെ മുകേഷ് അല്ലെങ്കിൽ ശ്രീ മുകേഷിനെതിരെ വരാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാം, ഉമ്മൻചാണ്ടിക്കെതിരെ വരാം, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വരാം, നാളെ ആർക്ക് ശ്യാമരാജ്
രാജനും രാഹുൽ ഈശ്വർ അല്ല രാഹുൽ ഞാൻ പൊളിറ്റിക്കൽ പാനലിസ്റ്റ് പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ആരോപണമാണോ, രാഷ്ട്രീയ ഗൂഢാലോചനയാണോ? ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന പോലെ തെളിവില്ലാതെ പരാതി ഉയർത്തുന്നത്? ആരാണ് ഈ പിറകിൽ നിന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരസ്പരം കൂട്ടിച്ചേർന്ന ഒരു കൂട്ടായ്മ, ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയൊന്നുമല്ല, പലരാണ് ഈ പരാതികൾ ഉന്നയിക്കുന്നത്. അല്ല, വേണമെങ്കിൽ ഒരു ക്ലീഷേ സെന്റൻസ് പോലെ ഇതിന്റെ പിന്നിൽ ഭയങ്കര ഗൂഢാലോചനയാണ്, കോൺഗ്രസിന് ഉള്ളിലെ ആൾക്കാരെന്നൊക്കെ പറയാം. അതൊക്കെ വെറും ചുമ്മാ തെള്ളിന് വേണ്ടി പറയാന്നല്ലാതെ ഇവിടെ വിഷയം എന്താ? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടായി, ആ കുട്ടിയും പ്രഗ്നന്റ് ആയി, അതിനുശേഷം അവർ തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടായി. രാഹുൽ ഇതൊരു ജനപ്രതിനിധി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ ധാർമ്മികത വിട്ടുകളയൂ. അതല്ലാതെ പോലും നിങ്ങൾ പ്രേരിപ്പിക്കുന്നു. അതിന് മേളിലല്ലേ നിയമം? ധാർമ്മികത പ്രധാനമല്ലെന്ന് ആരും പറയുന്നില്ല, പക്ഷെ അതിന് മേളിലല്ലേ നിയമം? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്രിമിനൽ കുറ്റം ഇവിടെ ചെയ്തെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ അടച്ച് ശിക്ഷിക്കണം. പക്ഷെ ക്രിമിനൽ കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് നമ്മൾ നോക്കണം. അത് ഞാൻ ടി വി മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ പാനലിസ്റ്റുകൾ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല ആയുധങ്ങളും ഉപയോഗിക്കും. ഏകദേശം ആ തരത്തിലൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ആ ആയുധം മറുവശത്തുള്ളവർക്കാകുമല്ലോ. അങ്ങനെ എത്രയോ നേതാക്കന്മാർ, എത്രയോ ജനപ്രതിനിധികൾ ആരോപണങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ ആരോപണങ്ങളിലൂടെ കടന്നു പോകുന്ന CPM MLA മുകേഷിന് ആ സ്ഥാനത്ത് തുടരാമെങ്കിൽ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനോട് MLA സ്ഥാനം രാജിവെക്കാൻ പറയണം എന്നാണ് ചോദിക്കുന്നത് മറുവശത്തുള്ളവർ. മറുപടി: ഇവിടെ വളരെ ഗൗരവമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്നത്. ഇന്നലെ ഒരു വനിതയാണ് പരാതി ഉന്നയിച്ചെങ്കിൽ ഇന്നിപ്പോൾ നിരവധി വനിതകൾ പരാതികൾ ഉന്നയിക്കുന്നു. AICCക്ക് പരാതി കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നു. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളും എല്ലാം പുറത്തു വരികയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢാലോചനയാണോ, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണോ എന്നുള്ള ഒരു ആരോപണം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ ആരോപണം ഉന്നയിച്ച യുവനടി നമുക്കറിയാം, സ്വന്തം പിറന്നാൾ വരെ ആഘോഷിക്കാൻ അച്ഛനമ്മമാർ ഉള്ളപ്പോൾ തന്നെ ആ പിതൃസ്ഥാനത്ത് ശ്രീ VD സതീശനെ നിർത്തി കേക്ക് മുറിച്ച് അങ്ങോട്ട് കേക്ക് കൈമാറി വളരെ സന്തോഷത്തോടെ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന നാം കണ്ടു. VD സതീശൻ മുഖ്യമന്ത്രിയായി കാണണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെട്ട വനിത കൂടിയാണ്. എല്ലാ റൈറ്റും അവർക്കുണ്ട്. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനവുമായിട്ട് അടുത്ത ബന്ധം ഉണ്ട് എന്നോ അല്ലെങ്കിൽ നേതാക്കന്മാരെ അത്തരത്തിൽ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന രൂപത്തിലൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വനിത ധൈര്യത്തോടെ പരാതി ഉന്നയിക്കുന്നു. ആ പരാതി പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് പ്രൊഫൈലുകളാണ് വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ ആ വനിതയെ ആക്രമിച്ചത്. പണ്ട് കേരളത്തിൽ നടന്ന പല സംഭവവികാസങ്ങളുമായി താരതമ്യപ്പെടുത്തി, പല വനിതകളുമായിട്ട് താരതമ്യപ്പെടുത്തി നടത്തിയ പ്രചരണങ്ങളുമെല്ലാം ആ വനിതയെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു തരത്തിലും ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കൃത്യമായി പറയാം, വളരെ ധൈര്യത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയാൻ ആ വനിത കാണിച്ച ധൈര്യം തന്നെയാണ് നിരവധി സ്ത്രീകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇന്ന് പുറത്തു വന്ന ഏറ്റവും രാവിലെ പുറത്തു വന്ന ചാറ്റിംഗ് ഉണ്ട്, അതിനുശേഷം പുറത്തു വന്ന മറ്റു വീഡിയോസ് ഉണ്ട്. ആ വീഡിയോയെ സാധൂകരിക്കുന്ന തരത്തിൽ വന്ന ചില വാചകങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രിമിനൽ ലോ ക്യാൻ ബി സെറ്റ് ഇൻ മോഷൻ ബൈ എനി പേഴ്സൺ ആണ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അതിലെ വിക്ടിമിൻ്റെ കുടുംബമോ കോടതിയെയോ പോലീസിനെയോ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. ആർക്കും ഏത് പൗരനും ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ആ പുറത്തു വന്ന ചാറ്റിങ് കൃത്യമായി അതിൽ നിന്നുള്ള വാചകം എന്താ? ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി, അബോർഷൻ നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോയിസ് മെസ്സേജുകളും വന്നു, ചാറ്റിങ്ങും വന്നു. വോയിസ് മെസ്സേജ് അതെൻ്റെ ശബ്ദമല്ല എന്ന ഒരു ഡിഫൻസാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ യുവ MLA സ്വീകരിച്ചത്. എന്നാൽ ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവിട്ട ചാനൽ തന്നെ ഇന്ന ആളുടെ ഫോൺ ഇന്ന നമ്പറിൽ നിന്നുള്ള ചാറ്റിംഗ് എന്ന് കൃത്യമായി സ്ക്രീൻഷോട്ട് അടക്കം കാണിക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചാൽ മാത്രമേ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. അപ്പോൾ ഇവിടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ പറയുകയാണ്, തെളിവില്ലല്ലോ എന്ന. ഈ തെളിവ് കണ്ടെത്തേണ്ടത് ഞാനോ ശ്രീ രാഹുൽ ഈശ്വരോ ഈ ചർച്ച നയിക്കുന്ന താങ്കളോ അല്ല. അത് കണ്ടെത്തേണ്ടത് നിയമപരമായിട്ടുള്ള ഏജൻസിയാണ്, പോലീസാണ്, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അത്തരത്തിലുള്ള തെളിവ് ശേഖരണം ആരംഭിക്കണമെങ്കിൽ ആദ്യം ഒരു FIR രജിസ്റ്റർ ചെയ്യണം, കേസ് രജിസ്റ്റർ ചെയ്യണം. ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അന്വേഷണത്തിൻ്റെ ഘട്ടമായിട്ട് ഇൻവെസ്റ്റിഗേഷനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം, ജനിച്ച ഒരു കുട്ടിക്കുള്ള റൈറ്റ് പോലെ തന്നെ
അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിക്കും റൈറ്റ് ഉണ്ട്. ആ കുട്ടി കൊല്ലപ്പെട്ടോ മരണപ്പെട്ടോ അല്ലെങ്കിൽ നിർബന്ധിത അബോർഷന് വിധേയമായോ അതിലൊരു ഗൂഢാലോചനയുണ്ടോ, അതിലൊരു പ്രേരണയുണ്ടോ, നിർബന്ധിതമായി തനിക്ക് മനസ്സില്ലാതെയാണോ അമ്മ അതിനുവേണ്ടി അനുവദിച്ചത് എന്ന പ്രശ്നങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമം ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 ആണ്. ഒന്നെങ്കിൽ അമ്മയുടെ ജീവന് ഹാനികരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം, ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ അമ്മയുടെ ജീവനെ ബാധിക്കണം. രണ്ട്, ഈ വയറ്റിൽ വളരുന്ന കുട്ടിയെ ബാധിക്കുന്ന തരത്തിൽ ആ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആകണം. രണ്ട്. മൂന്ന്, ഒരിക്കലും അമ്മയുടെ അനുവാദമില്ലാതെ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല, അബോർഷൻ നടത്താൻ പാടില്ല. 20 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാനേ പാടില്ല. അത്തരത്തിൽ നിയമമുണ്ട്. 20 ആഴ്ച കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ അനുവാദം വേണം, കോടതിയുടെ അനുവാദം വേണം. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ ചാറ്റിൽ നിന്ന് വ്യക്തമാകുന്ന സാഹചര്യം അബോർഷൻ നടന്നു എന്ന രൂപത്തിലാണ് പലരും മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ? രണ്ടുപേരും പരസ്പര സമ്മതത്തോടെയാണോ ഈ അബോർഷന് വേണ്ടി അനുവദിച്ചത്? അതോ അബോർഷൻ നടന്നിട്ടില്ലേ, ഇപ്പോഴും ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ അറിയുവാനുള്ള അധികാരം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. കാരണം ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ ആ ക്രിമിനൽ ആക്ടിവിറ്റി പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സത്യം പുറത്തു കൊണ്ടുവരാനും എല്ലാവർക്കും അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടി എന്നുള്ള വാർത്ത വരുന്നു, അത് ബാലാവകാശ കമ്മീഷന് പരാതി കിട്ടി എന്നുള്ള വാർത്ത വരുന്നു. ഇത് അന്വേഷിക്കട്ടെ, സത്യം പുറത്തു കൊണ്ടുവരട്ടെ. ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ആൾ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കട്ടെ. അതിന്റെ പേരിൽ ആരെയും ക്രൂശിക്കണം, ചെയ്യാത്ത തെറ്റിന് ഒരാളെയും ശിക്ഷിക്കാൻ പാടില്ല, ആരോപണം ഉന്നയിക്കാനേ പാടില്ല. അത് തന്നെയാണ് വസ്തുത. അപ്പൊ ഇത് പരിശോധിച്ചാലേ നമുക്ക് ഇതിന്റെ വസ്തുത അറിയാൻ കഴിയൂ. അത് അന്വേഷിക്കാനേ പാടില്ല. ആ ആരോപണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് പാർട്ടിക്കിടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, തെറ്റ് ചെയ്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അത് പാർട്ടി തന്നെ അത് വിശദീകരിക്കട്ടെ. പക്ഷേ MLA സ്ഥാനം രാജിവെക്കേണ്ട ബാധ്യത ഇതിനകത്തുണ്ടോ? ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ഈ പറഞ്ഞതുപോലെ ഇതിൽ കുറ്റാരോപിതനാണ് അല്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണോ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട ബാധ്യത? അതല്ലാതെ MLA സ്ഥാനം ധാർമ്മികതയ്ക്ക് അപ്പുറത്തേക്ക് രാജിവെക്കേണ്ട കാര്യമുണ്ടോ? അപർണ, അതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം, ഇന്നലെ ആരോപണം ഉന്നയിച്ച ആ യുവനടി എന്താണ് പറഞ്ഞത്? എൻ്റെ പിതാവിനെ പോലെ ഞാൻ കാണുന്ന പൊതുസ്ഥാനമുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട VD സതീശനോട് ഈ കാര്യം ഞാൻ പറയാൻ കാരണം എന്താ? കോൺഗ്രസിന്റെ തന്നെ നേതാവ്, യുവ കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള പരാതിയാണ്. അദ്ദേഹം ആ പരാതി കൃത്യമായി കേട്ടു എന്നതാണ് ഇന്നലെ ആ യുവ നടി പറഞ്ഞത്. ഇന്ന് ആ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? ഒരു പിതാവ് കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ യുവ നടി എന്നോട് പറഞ്ഞ വിഷയത്തെ ഞാൻ ഗൗരവത്തോടെ കൈകാര്യം ചെയ്തു എന്നാണ് പറഞ്ഞത്. രണ്ടും സ്വാഗതാർഹം. എന്നാൽ ബഹുമാനപ്പെട്ട ഈ യുവ MLA എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എന്താ? എന്നോട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു കാര്യമേ സംസാരിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ ആര് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം? അപ്പോൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഒരു പ്രതിപക്ഷ നേതാവ്, ഇത്രയും പാരമ്പര്യമുള്ള ഒരു നേതാവ്, കുറെ വർഷങ്ങളായി MLA ആയിട്ടുള്ള നേതാവ് അത് മറച്ചു വെച്ചോ? അത് കൃത്യമായി ഈ പ്രതിയായിട്ടുള്ള ആൾക്കെതിരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ? നിനക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഇനി ആവർത്തിക്കരുത്, അല്ലെങ്കിൽ ശക്തമായിട്ട് നടപടിയെടുക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലേ? ഈ പ്രതി അങ്ങനെ പറയുകയാണ്. ഇദ്ദേഹം ആരോപണ വിധേയനായ ആൾ പറയാണ് എന്നോട് ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. എൻ്റെ പ്രസ്ഥാനത്തിൽ വിശ്വാസമുണ്ട്, എൻ്റെ നേതാവിന് വിശ്വാസമുണ്ട് എന്നതുകൊണ്ടാണല്ലോ ആ യുവ നടി പോലീസിനോ മറ്റാർക്കോ പരാതി കൊടുക്കാതെ നേരെ പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്വന്തം ബർത്ത്ഡേക്ക് വരെ വരുന്ന അത്ര ഇന്റിമസിയാണ്, ബഹുമാനമാണ്, ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് കൃത്യമായി ഗൂഢാലോചന തന്നെയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേതൃത്വം മറച്ചു വയ്ക്കുകയാണ്, സപ്രസ് ചെയ്യുകയാണ്, കൃത്യമായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് സപ്രസ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കേണ്ട ഉത്തരവാദിത്തമാണ് ആ രാഷ്ട്രീയ നേതൃത്വം കാണിക്കേണ്ടത്. അത് തന്നെയാണ് യുവ നടി പറഞ്ഞത്. ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ആക്ഷൻ എന്ത് വേണമെന്നും പറയുന്നില്ല, ആ പ്രസ്ഥാനം തീരുമാനിക്കണമെന്ന് പറയുന്ന സാഹചര്യം. മുമ്പ് നടന്ന പല സാഹചര്യങ്ങളുമായി നിങ്ങൾ ഇതിനെ താരതമ്യപ്പെടുത്തണ്ട. ഇത്രയധികം പേർ ഇന്ന് വൈകുന്നേരം വരെ ട്രാൻസ്ജെൻഡർ വരെ വന്ന് പരാതി പറയുന്ന ഒരു സാഹചര്യം വരികയാണ്. ഞാൻ ഇപ്പോഴും ഇതിലെ യുവ MLA പേര് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെയൊക്കെ സുഹൃത്താണ്. നമ്മളെല്ലാം ചാനൽ ചർച്ചയിൽ വന്ന വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. നമുക്കൊക്കെ വളരെ വിഷമമുണ്ട് ഇത് കേട്ട ദിവസം മുതൽ തന്നെ. അത്തരത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാം ഇതിനെ കാണുന്നത്. അപ്പോൾ ഏറ്റവും ഗൗരവമായി അന്വേഷിക്കണം.
നടപടി സ്വീകരിക്കണം. കോൺഗ്രസ് കൃത്യമായി നിലപാട് വ്യക്തമാക്കാൻ കഴിയണം. കാരണം ഇതിനു മുമ്പ് കുറെ ഉദാഹരണം ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ തന്ത, ബയോളജിക്കൽ തന്ത, എങ്ങനെയൊക്കെ പറഞ്ഞ് പല പ്രയോഗങ്ങളും, ഞങ്ങളൊന്നും ഒരു ചർച്ചയിലും ഉപയോഗിക്കാത്ത പല വാചകങ്ങളും ഈ കേരളത്തിന്റെ മാധ്യമ ലോകത്തിനും അക്ഷര ലോകത്തിനും സംഭാവന ചെയ്ത വ്യക്തികളാണ് ഇവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംശയമുണ്ട്. ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി എഫക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കണം, സത്യം പുറത്തു കൊണ്ടുവരണം. ഒരു കുട്ടിയുടെയും കണ്ണുനീര് വീഴാൻ പാടില്ല, ഒരു പെൺകുട്ടിയുടെയും കണ്ണുനീര് വീഴാൻ പാടില്ല. ഇത്തരത്തിൽ ഇപ്പൊ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അവരുടെ പെൺകുട്ടികൾക്ക് പോലും അന്തസ്സോടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തോട് യോജിപ്പുള്ള ഒരു ബിജെപി നേതാവ് പി ശ്യാംരാജ് കൂടി നമുക്കൊപ്പം. ശ്യാംരാജ്, പ്രശാന്ത് ശിവനോട് പറഞ്ഞിരുന്നു പരാതി എന്നാണ് അല്പം മുൻപ് ന്യൂസ് 18 തന്നെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ട്രാൻസ് യുവതി അവന്തിക പറയുന്നത്. വളരെ കൃത്യമായി പരാതി എവിടെ എന്ന് ചോദിച്ചവർക്ക് മുന്നിലേക്ക് ആ പരാതി നൽകുകയാണ്. എന്തുകൊണ്ട് ഇത്രകാലം പറഞ്ഞില്ല? കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു, ഭയമായിരുന്നു എന്ന് പറയുന്നു. പലരും പുറത്തേക്ക് കാര്യങ്ങൾ പുറത്തുവിടാത്തത് ഈ ഭയം കൊണ്ടാണ് എന്നുള്ളതിന് തെളിവ് നേരത്തെ ഹണി പറഞ്ഞതുപോലെ എങ്ങനെയാണ് സൈബർ ലോകത്ത് നടക്കുന്ന ഈ ആക്രമണം എന്നത് മാത്രം മതി. അത് ഏതൊക്കെ തരത്തിലാണെന്ന് കണ്ടാൽ പേടിക്കുന്ന തരത്തിലാണ്. സ്വാഭാവികമായിട്ട് ഈ പുറത്തു പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ, ഇത്രകാലം സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി നേരത്തെ എത്തിയതാണെങ്കിൽ അത് ആ തരത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാതെ പോയി? അപർണ, ഈ ഒരു സമയത്ത് ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ പോലും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടുള്ള ഒരാള് ചെയ്ത ഒരു കുറ്റത്തിന് BJP എന്തിന് പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യം തന്നെ ബാലിശമാണ്. ഞാൻ അതിലോട്ട് വരാം, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാം. ഞാൻ ചോദിച്ചത് പാലക്കാടാണ്. പാലക്കാട് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വെറുതെ നിങ്ങളുടെ ഈ ഇന്നത്തെ ദിവസം ഈ വിഷയത്തിലെങ്കിലും വെറുതെ അപർണയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചോണ്ട് വരരുത്. ഞാൻ എന്റെ ഉത്തരത്തിലോട്ടാണ് വരുന്നത്. ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങൾ ഞാൻ ഉത്തരത്തിലോട്ടാണ് വരുന്നത്. വെറുതെ പറയില്ല അപർണ. നിങ്ങളെല്ലാം കാണുന്നില്ല, നിങ്ങളുടെ സമയത്ത് സംസാരിക്കാൻ അനുവദിക്കുന്നത്. അതിന്റെ ഉത്തരമാണ് ഞാൻ ഇടപെടരുത്. ഇല്ല, ഇത് ശരിയല്ല. നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ഇടയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പാടില്ല. പറഞ്ഞു വരുന്ന ഉത്തരത്തിലേക്കാണ്, അത് പറയാൻ വേണ്ടിയുള്ള സമയം തരണം. ഓക്കെ, ഇതിനകത്ത് ബാക്കിയുള്ള ആളുകൾ ആരും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ. നമുക്ക് കൂടുതൽ പ്രശ്നം എന്താണ്? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരാതികൾ ഇന്നും ഇന്നലെ ഒന്നും വന്നതല്ല. ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുണ്ടെന്ന്. ഇത് ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തെളിവെവിടെ എന്ന് ചോദിക്കുന്നത് മാത്രമല്ല, ആദ്യത്തെ പരാതികൾ പൊട്ടിപ്പുറപ്പെട്ടത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെയാണ്. ഈ ഒരു വിഷയം വന്നതെല്ലാം ഈ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകള്, പെൺകുട്ടികള് ഒക്കെ പരാതി കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകയും സിനിമയിൽ വർക്ക് ചെയ്യുന്നൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അവര് കോൺഗ്രസിന്റെ അനുഭാവിയാണ്. പിന്നെ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ്, അത് കോൺഗ്രസിന്റെ ഏതോ പ്രവർത്തകയാണ്. വോയിസ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു പെൺകുട്ടിയാണ്. അപ്പോ ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള 3 തെളിവുകളിൽ 2ഉം കോൺഗ്രസിന്റെ അനുഭാവികൾ തന്നെയാണ്, മറ്റാരെങ്കിലും കെട്ടിച്ചമച്ചതല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ വ്യക്തിയെ രാഹുൽ മാങ്കൂട്ടത്തെ ആരും ക്രൂശിക്കുകയാണ് എന്നുള്ള ഒരു നിലപാടിലേക്കൊന്നും ദയവേദ ശ്രീ രാഹുൽ ഈശ്വർ പോകരുത്. അവർക്കെതിരെ, അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം നോക്കൂ. കുറെ മാസങ്ങളായിട്ട്, ഞാൻ മനസ്സിലാക്കണം, കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പോലും ഇതിനെതിരെ നടപടി എടുത്തിട്ടില്ല. ആ സമയത്താണ് അപർണ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഇതിന് തെളിവ് വേണമെന്ന്. നിങ്ങൾ ആലോചിച്ചോ, ഒരു MLA അപർണ സമ്മതിക്കുമോ? അപർണ പറയും രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമാണ് നിങ്ങൾ പറയില്ലേ. ഇതിന് ഞങ്ങൾക്കൊരു ഇതര രാഷ്ട്രീയ കക്ഷിക്ക് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിനുള്ള തെളിവ് വേണം. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞങ്ങൾക്ക് തെളിവ് ശേഖരിച്ചിട്ട് ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ കിട്ടുന്നത് അന്ന് ഞങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിന്റെ ഒരു സമയം ഞങ്ങൾക്ക് വേണമായിരുന്നു എന്ന് നോക്കൂ. ഇന്ന് തന്നെ ഈ വിഷയം ഇത്രയായിട്ടും ഇപ്പോൾ ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത്? ഈ കേസിന്റെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ മാറി നിന്നിട്ട് ഇത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ നിലവിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇതിൽ യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്തവരാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുള്ള പെൺകുട്ടികൾ അടക്കമുള്ള മുഴുവൻ ആളുകളും, ഇന്ന് മാധ്യമങ്ങളിൽ വന്നതും വരാത്തതുമായിട്ടുള്ള മുഴുവൻ ആളുകളും ശ്രീ VD സതീശന് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്നലെ
ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള മറ്റൊരു വ്യക്തി അവർ പറഞ്ഞ എന്താ, ശ്രീ ഷാഫി പറമ്പിൽ MP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടില്ല. അപ്പൊ ആലോചിച്ച് നോക്കണം, പാർട്ടിക്കുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട MP-ക്ക്, പാർട്ടിക്കുള്ളിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇവർക്കാർക്കും പരാതി കൊടുത്തിട്ട് നടപടി എടുത്തിട്ടില്ല എന്ന്. അപ്പൊ ഇവർ തന്നെ ഈ വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം മറ്റു വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഞാൻ ശ്രീ രാഹുൽ ഈശ്വരനോട് ഒരു കാര്യം കൂടി പറയാം. ഒന്ന്, നമുക്കൊരു സാമാന്യ യുക്തി, സാമാന്യ ബോധം എന്നൊക്കെ പറഞ്ഞ ഒന്ന് വേണം. ഒരു കാര്യം, നമ്മൾ ഒരാള് കുറ്റവാളിയാണോ അല്ലെങ്കിൽ കുറ്റക്കാരനാണോ എന്നൊക്കെ കോടതി, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തന്നെ എത്രയോ കാര്യങ്ങളിൽ എത്രയോ പേര് രാജിവെക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ കോടതിയിൽ നിന്ന് വിധി വന്നതിന് ശേഷമാണ്. അല്ല, പക്ഷെ ഇതിനകത്ത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഇതിനകത്ത് വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, ഇന്നത്തെ സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്ത് നോക്കിയോ, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവരുടെ അനുഭാവികൾ, അവരുടെ മുൻകാല പ്രവർത്തകർ, ഇവരൊക്കെ ഈ വ്യക്തിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്തരം സങ്കീർണമായിട്ടുള്ള ഒരു വിഷയത്തില് അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിൽ ഈ ഒരു രാജിവെക്കൽ മാത്രം പോരാ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞ റീസൺ എന്താണ്? പാർട്ടി പ്രവർത്തകർക്ക് എന്നെ ന്യായീകരിക്കേണ്ടി വരും, അതുകൊണ്ട് രാജിവെക്കലാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പണി എന്തായാലും ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനം കേസ് നേരിട്ടവരെല്ലാം ന്യായീകരിക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു യുക്തി പോലും ഇല്ലാത്ത ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജി വെച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഈ MLA സ്ഥാനത്ത് ഇരിക്കാൻ പോലും, കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പരാതിയല്ല, ഒരുപക്ഷെ അവർണയ്ക്കും തെളിവുകളില്ലാത്ത അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ടാവാം. ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ പോലും പറയുന്നു ഇനി ധാരാളം ആളുകൾ ഉണ്ടെന്ന്. അങ്ങനെ പല കോണുകളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഈവൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ഗുരുതരമായിട്ടുള്ള പരാതി വന്നൊരു വ്യക്തി വീടിനുള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോലും പാടില്ല എന്ന് പലരും പറഞ്ഞൊരു വ്യക്തി ഉടനടി രാജിവെക്കുക തന്നെയാണ് MLA സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ടത്. അത് കേവലം അവരുടെ പാർട്ടിക്കാരുടെ മാത്രം ആവശ്യമില്ല. ഈ തെരഞ്ഞെടുത്ത MLA എങ്ങനെ വിശ്വസിച്ച് അങ്ങോട്ടൊരു പരാതിയുമായിട്ട് സ്ത്രീ ചെന്ന് കയറും? ഒരു പെൺകുട്ടി അങ്ങോട്ട് എങ്ങനെ ചെന്ന് കയറാൻ വേണ്ടിയിട്ട് സാധിക്കും? അപ്പൊ ഇതൊന്നും ഈ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം, ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പോലും യോഗ്യല്ല എന്ന് ആണ് എനിക്ക് ഈ വിഷയമായിട്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്ത സതീശൻ ഇതിനകത്ത് കുറ്റവാളിയാണ്. ഞാൻ ആ വാദത്തിലേക്ക് കൂടെ വരാം. രാഹുൽ ഈശ്വർ, രണ്ട് പേർ തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധം, അതിനുശേഷം ഈ പരാതി ഉയർത്തുന്നു എന്നുള്ളൊരു സ്ഥിരം വാദമുണ്ടല്ലോ. ആ സ്ഥിരം വാദം ഇതിനകത്ത് ചെലവാകില്ല. അല്ലാത്ത ആൾക്കാരോട് അപമര്യാദയായി പെരുമാറിയിട്ടുള്ള ഒന്നിലേറെ സംഭവങ്ങൾ, ഒന്നിലേറെ പരാതികൾ, അതായത് സാധാരണ ആയിട്ട് സംസാരിക്കുന്നവരോടും ഈ തരത്തിൽ പെരുമാറിയിരിക്കുന്നു എന്നുള്ള പ്രതികരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത് ആരൊക്കെയാണ്? അതായത് മുഖം കാണിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ പറയുന്നവരുണ്ട്. മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നു. അതൊരു ജനപ്രതിനിധിയാണ്. അവിടെയാണ് വിഷയം. ഒന്നോ രണ്ടോ വിഷയങ്ങൾ മറ്റേ പരാതിക്ക് അപ്പുറത്തേക്ക് ഈ തരത്തിൽ പെരുമാറാമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഉണ്ടായ സമാനപ്പെട്ട സമയങ്ങളിലൊക്കെ കൊടി പിടിച്ച് രാജിവെച്ചു പോകൂ എന്ന് പറഞ്ഞ ഒരു നേതാവ് കൂടി ആയതുകൊണ്ട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ശക്തി കൂടും, മൂർച്ച കൂടും. പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം അതിൽ ശ്രീ ശ്യാംരാജ് പറഞ്ഞ ഏറ്റവും പ്രസക്തമായ നമ്മളെല്ലാം സ്വീകരിക്കേണ്ട കാര്യം, ഇതിൽ തെളിവ് എവിടെ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതായത് അതും കൂടെ കൊണ്ടാണ് അവർ പരാതി കൊടുക്കാത്തത്. ഏതൊരു പാർട്ടിക്കും അങ്ങനല്ലേ പറ്റൂ. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഏതെങ്കിലും നേതാവിനെതിരെ തെളിവില്ലാതെ ആർക്കെങ്കിലും പറ്റുമോ? ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ നിലപാടെടുത്തിട്ടുള്ള ഒരൊറ്റ മനുഷ്യനാണ്, അത് ശ്രീ സുരേഷ് ഗോപിയാണ്. മുകേഷ് സാറിന്റെ പാർട്ടിയിലെ ആൾക്കാർ പോലും ശ്രീ മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീ സുരേഷ് ഗോപി ആ ധൈര്യത്തോടെ വിരലുയർത്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിന് മുകേഷ് രാജിവെക്കണം? നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുഖത്തേക്ക് നോക്കി ശ്രീ സുരേഷ് ഗോപി വിരലുയർത്തി ചോദിച്ചു, കോടതി അങ്ങനെ വല്ലതും പറഞ്ഞു, എന്തിനാ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടത്? അത് സുരേഷ് ഗോപിയുടെ മനസ്സിന്റെ നന്മയാണ്. ആ നന്മ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുടരണം. ഇനി രണ്ട്, അപർണ പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേറെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷെ ആ പരാതി ഉള്ളതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ തെറ്റുകാരനാവൂ? ഇപ്പൊ ഒരു ട്രാൻസ് വുമൺ, എനിക്ക് ഇതെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരാൾക്കെതിരെ പലതരത്തിൽ പരാതികൾ വരുമ്പോൾ രാഹുൽ ഓർമ്മയിലുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു ഓർമ്മയിലുണ്ടോ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ രാഹുൽ, ഒരു രാഷ്ട്രീയ എത്രയോ കാലമായിട്ട് രാഹുൽ നമ്മൾ ഈ ചർച്ചയ്ക്കൊക്കെ ഇരിക്കുന്നു, ഒരു രാഷ്ട്രീയ നേതാവിന്, അതൊരു യുവ നേതാവിനെതിരെ ഇങ്ങനെ ഒരു പരാതി പ്രളയം ഉണ്ടായിട്ടുണ്ടോ? പലരോടും വ്യക്തിപരമായിട്ട് സൗഹൃദങ്ങളുള്ളതാണ്. ഒരുപക്ഷെ നമുക്കടക്കം വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ ഇങ്ങനെയേറെ പരാതികൾ ഉണ്ടായിട്ടുള്ളൂ. ഇതാരൊക്കെയാണ് ഈ പരാതി? ഒരു വരി പറയാൻ അപർണജി, ഒരു വരി പറയാൻ. ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ ഒരു മാസം മുമ്പ് ഏഷ്യാനെറ്റിലിരുന്ന് അടികൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ സംഘപരിവാറിന്റെ കേരളത്തിലെ സ്ലോ പോയിസൺ ആണെന്നും നോർത്ത് ഇന്ത്യ അർണബ് ഗോസ്വാമി പോയിസൺ ആണ്, കേരളത്തിൽ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണെന്ന് പറഞ്ഞ് അടികൂടി ഇറങ്ങിയതാണ്. കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്ന് എനിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ
മാങ്കൂട്ടത്തിൽ ഇടിക്കുകയും ചെയ്തു. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തല്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോട് നമ്മൾ മര്യാദ കാണിക്കണം. കാര്യം നാളെ ഇത് ആർക്കെതിരെയും വരും. പെട്ടെന്നൊരു കാര്യം കൂടി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്ന് അത് തെളിവ് സഹിതം ശരിയെന്ന് തെളിയിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പെട്ടെന്ന് ശ്രീ രഞ്ജിത്തിന്റെ കാര്യം ഒന്ന് ഓർക്കാം. ഞാനും അപർണാജിയും കൂടെ തമ്മിൽ തർക്കിച്ചതാണ്. അതൊക്കെ തെളിവ് വരട്ടെ. ഇനിയിപ്പോ രാഹുൽ പറയുന്നത് സമ്മതിച്ച് ഞാൻ പറയാണ്, അതൊക്കെ തെളിവ് വരട്ടെ. അപ്പോഴും മോശമായ സംഭാഷണങ്ങൾ നടത്തി ആ സ്ക്രീൻഷോട്ടുകളുണ്ട്. ജനപ്രതിനിധിയാണ്, ബാക്കി കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് തെളിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഈ ബാക്കി ഈ സ്ക്രീൻഷോട്ട് മാത്രം പോരെ. ഏത് പഞ്ചാര അടിക്കാൻ നിൽക്കുന്നത്? സമൂഹത്തിലെ പല മേഖലകളിലുള്ളവരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായ വലിയ സൗഹൃദവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിച്ചു ആ സ്ക്രീൻഷോട്ടിൽ കൃത്യമാണ്. പക്ഷേ പഞ്ചാര അടിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല. നിനക്ക് നല്ല സുന്ദരിയാണല്ലേ, നിനക്ക് അതിന്റെ ജാടയാണല്ലേ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു ആരോപണം വരുന്നുണ്ട്. ഒരു ട്രാൻസ് ആള് പറഞ്ഞു ഇയാൾക്ക് എന്നെ റേപ്പ് ചെയ്യാൻ തോന്നുന്നു. തെളിവുണ്ടോ? രഞ്ജിത്ത് സാറിനെതിരെ ഇതേപോലെ ഒരു പുരുഷൻ വന്ന് എന്നെ ഹോട്ടലിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നിട്ട് രേവതി മാഡത്തെ പിടിച്ചിട്ട് ഓർമ്മയുണ്ടോ? അവസാനം കർണാടക ഹൈക്കോടതി പറഞ്ഞത് ഇത് കള്ളക്കേസിന്റെ ക്ലാസിക് ഉദാഹരണമെന്നാണ്. ഈ പറഞ്ഞ കാലത്ത് ഹോട്ടൽ തുടങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു, അയാളൊന്നും അറിയാതെ പറഞ്ഞത്. അപ്പം ടി വിയിൽ വരാനും ടി വിയിൽ കൂടുതൽ എയർ ടൈം കിട്ടാനും പുതിയ ആരോപണങ്ങൾ വന്നാൽ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്ന് കരുതിക്കൊണ്ട് ഇനി ഒരുപാട് ആരോപണങ്ങൾ വരും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ അടുത്ത 2 ദിവസങ്ങളിൽ ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസ് രാജിവെച്ചിടത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിടത്ത് ആ രാജിയിലേക്ക് കടക്കുമെന്ന് ഉള്ള സൂചന പ്രതിപക്ഷ നേതാവ് നൽകിയെടുത്ത് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും മറ്റൊന്നും പ്രതിരോധിക്കാൻ വഴിയില്ലാത്തടത്ത് ഈ വാദം ചെലവാകില്ല. സിനിമാക്കാർക്കിടയിൽ ഒരുപക്ഷെ മുകേഷ് എന്തിനെ രാജിവെക്കണം സുരേഷ് ഗോപി ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് കോൺഗ്രസ് അത് സുരേഷ് ഗോപി സിനിമാക്കാരനായോണ്ടല്ല, സുരേഷ് ഗോപിയുടെ ഉള്ളിൽ രാഷ്ട്രീയത്തിന് അതീതമായ നല്ലൊരു മനുഷ്യനുള്ളതുകൊണ്ടാണ്. നാളെ അപർണ എനിക്കെതിരെയാണ് ഇത് പറഞ്ഞത്, ഞാൻ എന്നെ വെച്ച് പറയാം. രാഹുൽ ഈശ്വർ ഇതേപോലെ പഞ്ചാര അടിച്ചു, ഒരാളെ ഇതേപോലെ പ്രഗ്നന്റ് ആക്കിയിരിക്കട്ടെ, നിങ്ങൾ ചോദിക്കണ്ടേ ശരി തെളിവ് എന്തെങ്കിലും ഉണ്ടോന്ന്? ഇല്ലെങ്കിൽ ചുമ്മാ ആരെങ്കിലും പറഞ്ഞാൽ ശരിയാണെന്ന് എടുക്കുകയാണോ? ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ അച്ഛനും നമ്മുടെ മകനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടി ആരാന്ന് പോലും അറിയില്ല, കാര്യം പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയല്ല രാഹുൽ, ഇത് ഈ ഒരു പെൺകുട്ടിയിൽ നിക്കല. എനിക്കത് മനസ്സിലാവുന്ന രാഹുൽ ഈ ധാർമ്മിക രോഷം പറയുമ്പോൾ ഒരു പരാതിയൊന്നും അല്ലെന്ന്. ഇത് എത്ര പരാതിയാണ്? അതിനകത്ത് കോൺഗ്രസ് പോലും ഉണ്ട് രാഹുലെ. എനിക്ക് എണ്ണി പറയാൻ പറ്റുന്നില്ല. 5 ശരിയായിരിക്കും നമ്മൾ ആവറേജ് എടുക്കുകയാണോ? എല്ലാ പരാതിയും അന്വേഷിക്കണം. പരാതി തെറ്റാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലിടണം. പക്ഷേ അത് രാഷ്ട്രീയ ക്യാമ്പയിനാക്കി മാറ്റിയാൽ നാളെ എന്ത് പറ്റുമെന്നറിയാമോ? ഇത് വേറൊരു പാർട്ടിക്കെതിരെ ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് നാളെ ഒരു കാര്യം കൂടെ, സരിത വന്നപ്പോൾ ഓർമ്മയില്ലേ, സ്വപ്നം വന്നപ്പോൾ ഓർമ്മയില്ലേ? ഒരു കാര്യം കൂടെ ഓർക്കണം, സരിത വന്നപ്പോഴും സ്വപ്നം വന്നപ്പോഴും ഞാൻ CPM കാരനെയല്ല, CPM വിരുദ്ധനാണ്. സ്വപ്നയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ശക്തമായി പിന്തുണച്ച ആളാണ്. ചുമ്മാ ഒരു സ്ത്രീ വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യരുത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അത് ഒപ്പം വേടനെയും സപ്പോർട്ട് ചെയ്ത ആളാണ്. വേടന്റെ രാഷ്ട്രീയം എൻ്റെ ഇന്ന് ടോട്ടലി വ്യത്യാസമാണ്. വേടനെ അവസാനം ഹൈക്കോടതി അനുകൂലിച്ചില്ലേ? എന്തുകൊണ്ടാണ്? 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് എന്നെ റേപ്പ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞാലേ ശരിയാണോ തെറ്റാണോ എന്ന് അപർണാജി ചോദിക്കണ്ടേ? രാഹുൽ ഒന്ന് ഫേസ്ബുക്കിനകത്ത് കയറി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വന്നുകൊണ്ടിരിക്കുന്ന പരാതികൾ വിത്ത് സ്ക്രീൻഷോട്ട് ഓഫ് ചാറ്റാണ്. അത് രാഹുൽ ഒന്നുകൂടെ നോക്കണം. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇതിനകത്ത് അന്വേഷണം നടക്കണം, അത് ശക്തമായ രീതിയിൽ അന്വേഷണം നടക്കണം, പരാതിക്കാരികളുടെ എല്ലാ പരാതികളും അന്വേഷിക്കണം എന്ന് പറയുന്നിടത്ത് വലിയൊരു വിഷയമുണ്ട്. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരു തലത്തിലെത്തുമ്പോൾ പാർട്ടി ഭേദമന്യമില്ലാതെ ഇത് മയപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം സ്ത്രീപക്ഷവാദികളും സ്ത്രീ സംഘടനകളും ഒക്കെ ഉന്നയിക്കുന്ന കാര്യമാണ്. ഞാനത് പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെയുള്ളൊരു മയപ്പെടൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അന്വേഷണം ഉണ്ടാകണമെങ്കിൽ, അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ആ പന്ത് CPMന്റെ കോർട്ടിലാണ്, ഇടതുപക്ഷത്തിൻ്റെ കോർട്ടിലാണ്. പോലീസ് കൃത്യമായിട്ട് ഈ കാര്യത്തിനകത്ത് എത്രത്തോളം ശുഷ്കാന്തിയോടുകൂടി പെരുമാറും എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. ആ ദൃഢനിശ്ചയം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഉള്ള ചില സ്വാധീനങ്ങൾ ഇതിന് പുറത്തുണ്ടാകുമോ എന്നൊക്കെ സംശയമുണ്ട്. ഇതൊക്കെ പല കേസുകളും സംഭവിച്ചുള്ള കാര്യമാണ്. ഇടതുപക്ഷത്തിന് അത്രയ്ക്ക് ഉറപ്പുണ്ടോ ഇതിൽ പരിപൂർണമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും കാര്യങ്ങളൊക്കെ കടക്കുക എന്നുള്ളത്? ഇല്ല, ഇതിൽ പന്ത് ഇടതുപക്ഷത്തിൻ്റെയോ CPMൻ്റെയോ കോർട്ടിലല്ല. പന്ത് ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കോർട്ടിലാണ്, ഗവൺമെൻറ്റിൻ്റെ കോർട്ടിലാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വിശ്വസിക്കാം. ഒരു പരാതി വന്നാൽ ആ പരാതിയുടെ ജെനുവിനിറ്റി നോക്കി
കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടാണ് പോലീസ് മുന്നോട്ട് പോവുക. ഒരു പരാതി വന്നാൽ ആദ്യം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണം. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചിട്ടല്ലേ പോകാൻ കഴിയൂ. ഇപ്പോൾ ഇതിൽ റിട്ടേൺ ആയിട്ട് പരാതി വന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽ ആദ്യം ചർച്ച ചെയ്തതുപോലെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും പോലീസിനുമെല്ലാം മറ്റുള്ള ഇൻട്രസ്റ്റഡ്, അതായത് ഈ ഒരു പൊതുബോധത്തോടെ ഇടപെടുന്നവരുടെ പരാതിയാണ്. ഇതിൽ വിക്ടിം ആരും പരാതിയായിട്ട് വന്നതായിട്ട് മനസ്സിലാക്കുന്നില്ല. ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ കാര്യക്ഷമമായിട്ട് പരിശോധിക്കണം. ഞാൻ ആദ്യം അതിൻ്റെ ലീഗൽ പോയിന്റ് പറഞ്ഞു. കാരണം ഒരു ക്രിമിനൽ കേസ് എവിടെ നടന്നാലും ആർക്കും പരാതി കൊടുക്കാം. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ പുറത്തു വന്ന പല വസ്തുതകളുണ്ട്. ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയി എന്നുള്ളത് വന്നു, അതിനുശേഷം ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, മറ്റു കാര്യങ്ങളെല്ലാം പൊതുബോധത്തിൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസാണ് അന്വേഷിക്കേണ്ടത്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാം. ഇത് ഏതെങ്കിലും ഒരാളെ അപകീർത്തിപ്പെടുത്താനോ ആരെങ്കിലും ഒരാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാനോ വേണ്ടിയിട്ടല്ല. ഒരാളും തന്ത്രപൂർവ്വം ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചു എന്നും കേസില്ല. സാധാരണ ഇപ്പോൾ ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള യുവ MLA സാധാരണ എന്താണ് പറയാറ്? അത് CPM-ന്റെ ഗൂഢാലോചന, LDF-ന്റെ ഗൂഢാലോചന എന്ന രൂപത്തിലാണ് പൊതുവെ പറയുക. പക്ഷേ ഇപ്പോൾ അവരുമായിട്ട് വളരെ ലോയലായിട്ടുള്ള പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതി പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസം പുറത്തു വരുന്ന ചാറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യം വരുന്നത് അതിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഭയമില്ലാതെ പോലീസിനെ അപ്രോച്ച് ചെയ്ത് പരാതി കൊടുക്കാൻ പല രൂപത്തിലും അവർ ഭയപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഒരു വനിത വളരെ ധീരമായിട്ട് തന്നെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട്, സാധാരണ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുന്നവരുടെ മുഖമൊക്കെ മറച്ചിട്ടാണ് കാണിക്കാറ്. പക്ഷേ തനിക്കുണ്ടായിട്ടുള്ള അനുഭവം ധൈര്യത്തോടെ പറയാൻ ആ വനിത തയ്യാറായി. പക്ഷെ ആ വനിതയെ ആക്രമിക്കാൻ UDF-ന്റെ സൈബർ പ്രൊഫൈലുകളെല്ലാം നിരവധി ഉദാഹരണങ്ങളും ഉപമയുമായിട്ടൊക്കെ രംഗത്ത് വരുമ്പോഴും അവർ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി ആളുകൾ ധൈര്യത്തോടെ ഉണ്ടായ അനുഭവങ്ങൾ വിശദീകരിക്കാനും തെളിവുകൾ ഹാജരാക്കുന്ന കാര്യമുണ്ടായി. ഇപ്പോൾ ഒരു കേസ് ബർഡൻ ഓഫ് പ്രൂഫ് ആർക്കാ? തെളിയിക്കാനുള്ള ബാധ്യത പ്രതിക്കാണ്, അല്ലാതെ കൃത്യമായിട്ട് പരാതി കൊടുക്കുന്നവർക്കല്ല. ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറിനോട് എല്ലാ ബഹുമാനത്തോടെ പറയട്ടെ, ഇത് ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പരാതി പറയുന്ന തങ്ങൾക്ക് ഇത്ര അനുഭവം ഉണ്ടായി എന്ന് പറയുന്നവർ തന്നെ മുഴുവൻ തെളിവും കൊണ്ടുവന്ന് ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ ക്രിമിനൽ നടപടിക്രമത്തിന് വിരുദ്ധമാണ്. അത് അന്വേഷിക്കേണ്ട സംവിധാനം ഇവിടെ ഉണ്ട്. അന്വേഷിക്കാൻ അവരിറങ്ങുമ്പോൾ തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്യണം. ആ തെളിവുകൾ അവർ പരിശോധിക്കട്ടെ. ആ തെളിവിന്റെ നിയമപരമായിട്ടുള്ള വാലിഡിറ്റി നോക്കേണ്ടത് ഒരു ത്രാസിന്റെ തട്ടിൽ വെച്ചിട്ട് ഇത് കൃത്യമായിട്ട് തെളിവാണോ എന്ന് പരിശോധിക്കേണ്ട കോടതിയാണ്. ഞാൻ പറയാം ഇവിടെ ഏതായാലും ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്ന് ആ പെൺകുട്ടി തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷിമൊഴികൾ കൃത്യമായി വന്നിരിക്കുന്നു. ചാറ്റ് ആയിട്ട് വരുന്നതായാലും അതൊരു റിട്ടേൺ ആയിട്ടുള്ള തെളിവാണ്. അതിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ ഏത് നമ്പറിൽ നിന്ന് ഏത് നമ്പറിലേക്കുള്ള ചാറ്റ് എന്നുണ്ട്. ഇപ്പൊ 354 ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ബാധിക്കുന്ന കേസാണെങ്കിൽ വരെ അത് രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ BNS ഭാരതീയ ന്യായ സംഹിത പുതിയ BNS അനുസരിച്ചിട്ടാണ് സെക്ഷൻ 79 അനുസരിച്ച് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ആ അന്വേഷണത്തിലാണ് ഈ വകുപ്പ് നിൽക്കുമോ, കൂടുതൽ വകുപ്പ് നിൽക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പ് കൂട്ടിച്ചേർക്കണോ? സെക്ഷൻ 89 ഞാൻ പറയാം. BNS-ലെ 89 താങ്കൾ കേൾക്കൂ. സെക്ഷൻ 89 ഓഫ് BNS എന്താ? ഡീൽസ് വിത്ത് കോസിംഗ് മിസ്കാരേജ് വിത്തൗട്ട് വുമൺസ് കൺസെന്റ്. It prescribe punishment with imprisonment for life or imprisonment for up to 10 years along with fine. The offence is classified as cognizable, non-bailable and triable by court of section. അതായത് ഒരമ്മയുടെ അനുവാദമില്ലാതെ ആ അമ്മയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയെ മിസ്കാരേജ് ചെയ്തു, അബോർഷൻ നടത്തി എന്നത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവപര്യന്തം തടവ് കിട്ടുന്ന ശിക്ഷയാണ്. ആര് ചെയ്തു, എന്ത് ചെയ്തു, എപ്പോൾ ചെയ്തു, എങ്ങനെ ചെയ്തു, അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. അത് ഏത് വകുപ്പ് വരെ ഇടണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണോ? പോലീസിന്, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പറഞ്ഞു കൊടുക്കണോ? ഒരു വകുപ്പുമില്ലാതെ FIR രജിസ്റ്റർ ചെയ്യാം. ആ ഒരു വകുപ്പുമില്ലാതെ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് വകുപ്പ് കൂട്ടിച്ചേർക്കാം. ഇതൊക്കെ ഈ രാജ്യത്തെ നിയമപ്രക്രിയയുടെ ഭാഗമല്ലേ? ഞങ്ങളുടെ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ആരോപണം വരുമ്പോൾ ഇതൊന്നും പാടില്ലെന്ന് പറയാൻ ആർക്കാണ് അധികാരം? ഈ രാജ്യത്ത് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നല്ലേ? കോടതി നോക്കിക്കോട്ടെ, ജാമ്യം കൊടുക്കണോ വേണ്ടയോ, ജെനുവിൻ കംപ്ലൈന്റ് ആണോ, പ്രൈമദൃഷ്ട്യാ കേസുണ്ടോ, പ്രൈമാ ഫേസി കേസ് നിൽക്കുമോ, അതൊക്കെ നോക്കാൻ ഇവിടെ കോടതികളില്ലേ? ഇതൊന്നും ഞങ്ങൾക്കെതിരെ പാടില്ലെന്ന് പറയുമ്പോഴാണ് തെറ്റ്. അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഈ ആരോപണം ഒന്നും നിലനിൽക്കില്ലേ? കൃത്യമായി അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരണം. സോഷ്യൽ മീഡിയയിലല്ലല്ലോ ചർച്ച നടത്തേണ്ടത്. മാധ്യമങ്ങൾ ഇത്തരം സൂചിപ്പിക്കുന്നത് സത്യാന്വേഷണം, സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു നീക്കമായിട്ട് കാണാം. ആ രീതിയിൽ സത്യം പുറത്തു വരട്ടെ. നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിനുണ്ട്.
അതുകൊണ്ടാണ് ഒരു തരത്തിലും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ ഒരു നേതാക്കന്മാരും പ്രവർത്തകരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് തന്നെയാണ്. ഓക്കെ ശ്യാംരാജ്, ആ അന്വേഷണം കൃത്യമാകുമോ അതോ അത് അട്ടിമറിക്കപ്പെടുമോ? BJP എന്ത് കരുതുന്നു? അത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ് അപർണ. നോക്കൂ, ഇതൊരു രാഷ്ട്രീയ ആരോപണമേ അല്ലല്ലോ. ഒന്ന് ഇയാൾക്കെതിരെ പരാതി വരണം, എഫ്ഐആർ അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. എന്റെ പോയിന്റ് നിലവില് അതല്ല. നോക്കൂ, ഇതൊരു രാഷ്ട്രീയ ആരോപണങ്ങളുമല്ല, ഒരു ആരോപണങ്ങളേ അല്ല. നിലവിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടെന്താണ്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നേരെ ഏതെങ്കിലും ഇതര കക്ഷികൾ ആരോപിക്കുന്ന ഒരു ആരോപണമേ അല്ല. തുടക്കത്തിൽ എന്നോട് ആദ്യം അപർണ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തില്ല. നോക്കി, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യത്തെ സമരം നടത്തിയത് ഞങ്ങൾ പാലക്കാടാണെന്ന്. അപ്പൊ ഇത് ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു സമരം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അതിനകത്ത് സമരം ഒരു വിഷയം വന്നപ്പോൾ പരാതി വന്നപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്താണ്, സാധാരണ ദൗർഭാഗ്യവശാൽ ഒരു വ്യക്തിയിൽ നിന്നോ ഒക്കെയാണ് പരാതി വരുന്നതെങ്കിൽ ഇത് ഒരു കൂട്ടം വ്യക്തികളിൽ നിന്നാണ്. അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു കൂട്ടം വ്യക്തികളിൽ നിന്ന് പരാതി വന്നുകൊണ്ടേയിരിക്കലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളിൽ വന്നതും ഇതുവരെ വന്നതും ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരുപക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞിടത്തോളം ഈ വ്യക്തിയെ MLA ആയി തുടരുക എന്ന് മാത്രമൊന്നും അല്ലത്, ഇയാളെ വീട്ടിൽ പോലും കയറ്റാൻ വേണ്ടി പാടില്ലാത്ത രീതിയിലുള്ള പരാതികൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കലാണ്. അത് ഇന്ന് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതിനു ശേഷം ഇന്ന് വന്നതല്ല. അത് ഈ കേരളത്തിൽ പല രീതികളിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കലായിരുന്നു കുറച്ച് നാളുകളായിട്ട്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ഈ വ്യക്തിക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൽ ബാധിക്കപ്പെട്ട ആളുകൾക്ക് പുറത്തു വരാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനകത്ത് അഫക്റ്റഡ് പാർട്ടീസ് ആരാണോ ആ കുട്ടികൾക്ക് പുറത്തു വരാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2-3 പേര് മാത്രമാണ് വന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം, കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കേസുകളുടെ അനുഭവം ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്കതിൽ അത്ര ഒരു വിശ്വാസം ഇല്ല. പക്ഷെ എങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നും. തീർച്ചയായിട്ടും ശ്യാംരാജ്, ഇതിനകത്ത് വലിയൊരു വിഷയം, നിർഭാഗ്യവശാൽ കേരളത്തിലെ ഒരു ജനപ്രതിനിധിക്കെതിരെ 1-2 ഈ മിനിറ്റിൽ പോലും പരാതികൾ വരുന്നത് നിർഭാഗ്യവശാൽ രാഷ്ട്രീയ കേരളത്തിന് എത്രത്തോളം നാണക്കേടാണ് ഇന്നത്തെ ദിവസം എന്നുകൂടി പറയേണ്ടി വരുന്നു. ജനപ്രതിനിധി എന്ന വലിയൊരു വാക്ക് ഈ ആരോപണത്തിന് കളങ്കത്തിൽ നിന്ന് ഉയരുമ്പോൾ അതിൽ നിന്ന് മാറി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, പദവികളിൽ നിന്ന് മാറി നിൽക്കുക, അന്വേഷണത്തെ നേരിട്ട് സത്യം തെളിയിക്കുക. അല്ലാതെ പരാതിക്കാരികൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതുകൊണ്ട് കാര്യമാകുന്നില്ല എന്നുകൂടിയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾ ചേർന്ന്. നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു, ഈ ആരോപണങ്ങളുടെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഭൂരിപക്ഷവും 59% പ്രേക്ഷകരും അതേ എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, രാഹുൽ ഈശ്വർ, P ശ്യാംരാജ്, നേരത്തെ ഹണി ഭാസ്കരൻ നമുക്കൊപ്പം ചേർന്ന് പൂർണ്ണമാകുന്നു പറയേണ്ടത്.